ഒന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. എല്ലാ മാർക്സിസ്റ്റുകാരും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കള്ളന്മാരല്ല, പക്ഷേ കള്ളന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. യവൻ പറയുന്നത് നേരാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയും സംശയിക്കാം. വീണ വിജയന്റെ കമ്പനിക്കും അറസ്റ്റ് വരെ നീണ്ടേക്കാവുന്ന കടന്നാക്രമിച്ചുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളിൽ നിന്നുണ്ടായി. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടങ്ങി പോകും. പിണറായി വിജയനോ കുടുംബത്തിനോ ഒരു പോറലുമേറ്റിട്ടില്ല. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കേരളത്തിലെ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിലാണ് പിണറായി വിജയൻ എന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ അയ്യപ്പദാസ് വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്ക് മേൽ മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൂടി വരികയാണ്. എല്ലാരും അകത്താ. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ എതിരായി ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലോ. അങ്കലാപ്പ് എന്തിന്? ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ല. ഏത് അന്വേഷണവും വരട്ടെ എന്ന് MP ഗോവിന്ദൻ അന്വേഷിച്ചോട്ടെ, വണ്ടേ പറഞ്ഞേ ഒന്നും പറയാം. വരട്ടെ, അന്വേഷിച്ചിട്ട് വരട്ടെ. ചൈന ഭാഷ പറയുന്നോടാ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ മുഹമ്മദ് റിയാസിന്റെ കാര്യമാണ്. ഒരു മിണ്ടാട്ടവുമില്ലല്ലോ. ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. മുമ്പും സംസാരിച്ച കാര്യങ്ങളാണ്. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നടപടികൾ തികച്ചും തെറ്റാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇനിയും കേന്ദ്രവേട്ടയെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ സഖാക്കൾ പോലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ V മുരളീധരൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിയെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുമെന്ന് ഈ കേസിലെ ഹർജിക്കാരനും ഷോൺ ജോർജും പ്രതികരിക്കുന്നു. അവരെല്ലാം ഇതിന് സമാധാനം പറയേണ്ടി വരും. പോലീസിന് കോടതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് വരെ നടത്താം. വീണ തൈക്കണ്ടിക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് വീണ തൈക്കണ്ടി അല്ല പ്രതി, മുഖ്യമന്ത്രിയാണ്. ഈ കേസോടെ പ്രബലം വെക്കിൽ പേരെടുക്കുന്ന ഓർക്കുമ്പോഴാ ഒരെണ്ണം അടിച്ചു തന്നെ കാര്യം. ഈ കൈകൾ ശുദ്ധമാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് മാത്രം അറിയാം. ഞാൻ നൽകിയിട്ടുള്ള രേഖകളും ഞാൻ നൽകിയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും മാത്രം മതി കേസ് ശിക്ഷിക്കപ്പെടാൻ. കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായാന്ന്. മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ്. ഈ കൈകൾ ശുദ്ധമാണ്. ഈ കൈകൾ ശുദ്ധമാണ്. ഇത് അന്വേഷിച്ചാലും പ്രോസിക്യൂട്ട് ചെയ്താലും ഇത് ഫ്രോഡ് മാത്രമാണ്. ഇവർ ജയിലിൽ പോകും.